മഹാശിവരാത്രി നാളിൽ ആലുവ മഹാദേവൻ ക്ഷേത്രസന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത് ഭക്ത സഹസ്രങ്ങളാണ്. ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണ കർമ്മങ്ങൾ ഔപചാരികമായി ആരംഭിക്കുക ഇന്ന് അർദ്ധരാത്രി മുതലാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ. മഹാശിവരാത്രി നാളിൽ പിതൃബലി തർപ്പണത്തിന് ജനലക്ഷങ്ങളെത്തുന്ന ആലുവ മണപ്പുറം നമശിവായ മന്ത്രങ്ങളാൽ മുഖരിതമാണ്. ശിവഭഗവാനെ വണങ്ങി മഹാദേവ പ്രീതി നേടാനായി വ്രതാനുഷ്ഠാനങ്ങളോടെ ഭക്ത സഹസ്രങ്ങളാണ് ആലുവ മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് പുലർച്ചെ മുതൽ എത്തിച്ചേരുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതലാണ് ആലുവ മണപ്പുറത്ത് പിതൃതർപ്പണ കർമ്മങ്ങൾ ഔപചാരികമായി ആരംഭിക്കുക. വൈകിട്ടോടെ മണപ്പുറം ജനനിബിഡമാകും. കുംഭമാസത്തിലെ അമാവാസി നാളായ ഞായറാഴ്ച വരെ ബലിതർപ്പണത്തിന് തിരക്കുണ്ടാകും. മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ദേവസ്വം ബോർഡ് 116 ബലിത്തറകൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ആലുവ നഗരസഭ, പോലീസ്, വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഭക്തർക്കായുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. മഹാശിവരാത്രിയുടെ എല്ലാവിധ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും നമ്മളിവിടെ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി 12 മണി മുതലാണ് ബലിതർപ്പണം ഇവിടെ ആരംഭിക്കുന്നത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും റെസ്ക്യൂ ടീമുകളുടെയും എല്ലാ സംഘടനകളുടെയും സർവീസ് സംഘടനകളുടെയും പ്രവർത്തനങ്ങളും മണപ്പുറത്തുണ്ട്. ബലിപ്പുരകൾ 120ഓളം ബലിപ്പുരകളാണ് ഇവിടെ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള പുരോഹിതന്മാരും നല്ല രീതിയിൽ ഇവിടെ ഉണ്ട്. ഹരിത പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കും ശിവരാത്രി ആഘോഷങ്ങൾ നടത്തുക. 1200ഓളം പോലീസുകാർ ശിവരാത്രി ഡ്യൂട്ടിക്കായി മണപ്പുറത്തുണ്ടാകും. അപകടം സംഭവിച്ചാൽ അടിയന്തര രക്ഷാപ്രവർത്തനം മുൻനിർത്തി നേവിയുടെ മുങ്ങൽ വിദഗ്ധരുടെയും ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് ടീമിന്റെയും സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെയും സേവനം മണപ്പുറത്ത് ലഭ്യമാണ്. KSRTC 250ഓളം ബസ്സുകൾ പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട്. കൊച്ചി മെട്രോയും ദക്ഷിണ റെയിൽവേയും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനം, കൊച്ചി.